ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഭാഗവതം തൃതീയ സ്കന്ധത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ദ്വിതീയ സ്കന്ധം വരെയുള്ള പ്രബന്ധമായിരുന്നു. ദ്വിതീയ സ്കന്ധത്തിൽ കഴിഞ്ഞ ദിവസം ഞാൻ സൂചിപ്പിച്ചു. ദ്വിതീയ സ്കന്ധത്തിലെ വിഷയാവരണം പ്രധാനമായി ചതുശ്ലോകി ഭാഗവതവും വിരാട് സ്വരൂപ വർണ്ണനയുമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഇന്ന് നമുക്ക് ഭാഗവതം തൃതീയ സ്കന്ധത്തിലേക്ക് പോവുകയാണ്. ഈ ഭാഗവതം തൃതീയ സ്കന്ധത്തിലാണ് ഭാഗവത ലക്ഷണം ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ആദ്യം പറഞ്ഞിരുന്നു ഭാഗവതത്തിന് ദശലക്ഷണങ്ങളാണുള്ളത് എന്ന്. അപ്പോൾ 10 ലക്ഷണങ്ങളോട് കൂടിയാണ് മഹത്തായ ഗ്രന്ഥം ചമച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ യഥാക്രമം സർഗം, വിസർഗം, സ്ഥാനം, ഭോഷണം, ഉദയ, മന്വന്തരേശാന, കഥ, നിരോധം, മുക്തിരാശ്രയ എന്നാണ്. അപ്പോൾ ഭാഗവതത്തിൽ ഈ 12 സ്കന്ധങ്ങളിലായി സൂചിപ്പിച്ചിരിക്കുന്ന വിഷയത്തെയാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ 12 സ്കന്ധങ്ങളിൽ ഒന്നാമത്തെ സ്കന്ധത്തിൽ ഭാഗവതത്തിൻ്റെ അധികാരിയെ സൂചിപ്പിച്ചു. രണ്ടാമത്തെ സ്കന്ധത്തിൽ ഭഗവത് ധ്യാനരൂപവും ചതുശ്ലോകി ഭാഗവതത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുമാണ് സൂചിപ്പിച്ചത്. തുടർന്നാണ് ഭാഗവത ലക്ഷണത്തോടുകൂടി ഭാഗവതം ഇവിടെ ആരംഭിക്കുന്നത് തൃതീയ സ്കന്ധത്തിൽ. അപ്പോൾ തൃതീയ സ്കന്ധത്തിൽ ഭാഗവതം ആരംഭിക്കുമ്പോൾ ഭാഗവതത്തിൻ്റെ ലക്ഷണം പ്രഥമ ലക്ഷണം എന്ന് പറയുന്ന സർഗമാണ്. അപ്പോൾ സർഗം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൃഷ്ടിയെക്കുറിച്ച് സൂചിപ്പിക്കുക. അപ്പം നമുക്കറിയാം ഈശ്വരലീല തന്നെ സൃഷ്ടി, സ്ഥിതി, ലയം എന്നുള്ളതാണ്. അപ്പം ആ സൃഷ്ടി എന്താണ്, എങ്ങനെയാണ് എന്ന് പറയുവാൻ ശാസ്ത്രീയമായ തലത്തിലൂടെ അവതരിപ്പിക്കുവാനാണ് തൃതീയ സ്കന്ധത്തിൽ നമുക്ക് കിളിപ്പാട്ട് വിതുര മൈത്രേയ സംവാദം കൊണ്ട് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. അപ്പോൾ സർഗം എന്ന ലക്ഷണം, സർഗം എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ തൃതീയ സ്കന്ധം ആരംഭിക്കുമ്പോൾ നമുക്ക് കാണാം അവിടെ വരാഹാവതാരമാണ്. അപ്പോൾ ഭാഗവതത്തിൻ്റെ പ്രഥമ ലക്ഷണത്തിൽ വരാഹാവതാരം. അപ്പം ലീലാവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം വരാഹ അവതാരമാണ്. അത് വരാഹകൽപ്പം അതോടുകൂടി ആരംഭിച്ചു എന്ന് കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഈ വരാഹാവതാരത്തിലൂടെ എങ്ങനെയാണ് സൃഷ്ടിയെക്കുറിച്ച് സൂചിപ്പിക്കുന്നതെന്നാണ് നമ്മൾ ധരിച്ചിരിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ കഥ, അതായത് വരാഹാവതാരം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അതായത് ഭഗവാൻ വരാഹമായിട്ട്, യജ്ഞവരാഹമായിട്ട് വേദങ്ങളിൽ ഭഗവാൻ യജ്ഞസൂകരം എന്നാണ്, യജ്ഞവരാഹമാണ്, യജ്ഞപുരുഷൻ്റെ പ്രതീകമാണ് വരാഹാവതാരം എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ആ വരാഹമൂർത്തി ലോകത്തിൽ അവതരിച്ചപ്പോൾ ആകാശത്തെ ഭേദിച്ച് ആ വരാഹത്തിൻ്റെ രോമങ്ങൾ ഇങ്ങനെ ഉയർന്നു നിന്നു എന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ആ വരാഹത്തിൻ്റേതായ സ്ഥൂലമായ രൂപത്തെ എങ്ങനെ വർണ്ണിച്ചിരിക്കുന്നത്, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു ഭഗവാൻ എന്നതിനെ ധരിപ്പിക്കാനാണ് വരാഹമൂർത്തിയുടെ രോമങ്ങൾ ആകാശത്തെ ഭേദിച്ച് നിൽക്കുന്നു എന്ന് കഥയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ സൂചിപ്പിക്കുന്നത് ഈ ഭാഗവത കഥ നിങ്ങളെ അതേപോലെ കേൾപ്പിക്കാനല്ല, ഇതൊരു പഠന ക്ലാസ്സാണ്. അപ്പോൾ ആ ഭാഗവത പഠന ക്ലാസ്സിൽ ഭാഗവതത്തിൻ്റെ ആധ്യാത്മിക തത്വം എന്ന് പറഞ്ഞാൽ സമാധി തലത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടായാലേ ഭാഗവതത്തിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരത്തുള്ളൂ മനുഷ്യർ. ഭാഗവത സംസ്കാരം നമ്മളിലേക്ക് വരണമെങ്കിൽ ഭാഗവതം സമാധി തലത്തിൽ പഠിക്കണം. അല്ലാതെ ഭൗതികമായ തലത്തിൽ കഥ പഠിച്ചതുകൊണ്ട് ഇത് കേൾക്കുന്നവർക്ക് യാതൊരു പ്രയോജനവും സംഭവിക്കാൻ പോകുന്നില്ല. ചിലർക്ക് ഭഗവാനോടൊരു അടുപ്പവും ഈശ്വരഭക്തി എന്നൊക്കെ പറയാം, അപ്പോൾ ഭക്തിയൊക്കെ ഉണ്ടാകാം. അതിന് കഥ കേൾക്കുന്നത്, കഥാശ്രവണം ഏറ്റവും ഉത്തമമാണ്. പക്ഷേ ദിവ്യമായ അറിവ്, ആത്മജ്ഞാനം എന്ന തലത്തിലേക്ക് ഒരാളിനെ എത്തിക്കണമെങ്കിൽ അത് ഭാഗവത കഥകളുടെ ആധ്യാത്മികമായ തലം, സമാധി തലം മനസ്സിലാക്കിയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇത് ശ്രവിക്കുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ വളരെ കുട്ടിക്കാലത്തെ ഈ ഭാഗവതം എൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്നൊക്കെ അഭ്യസിക്കുവാൻ എനിക്ക് സാധിച്ച് കുറേയൊക്കെ പഠിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിന് ശേഷം കുറേ വളർന്നു കഴിഞ്ഞപ്പോൾ ഈ ഭാഗവതത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ നിരന്തരം ഇത് കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഓരോ കഥകളെയും നമ്മൾ ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ കൂടുതൽ ചിന്തിക്കുക. നമുക്ക് ഒരു പ്രാവശ്യം വായിക്കുമ്പോൾ കിട്ടാത്ത ആശയം രണ്ടാമത് ആ അധ്യായത്തെ ഒന്നുകൂടി വായിക്കുമ്പോൾ
നമ്മൾ അതുവരെ കേൾക്കാത്ത, അറിയാത്ത, അല്ലെ ചിന്തിക്കാത്ത ഒരാശയം ഭാഗവതത്തിൽ നിന്ന് വീണ്ടും ആ അധ്യായത്തിൽ തന്നെ കിട്ടും. അത് പലപ്പോഴും എനിക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ 1000 വർഷം 1000 പ്രാവശ്യം, 1000 വർഷം എന്നല്ല, 1000 പ്രാവശ്യം ഭാഗവതം വായിച്ചാൽ ഓരോ പ്രാവശ്യവും അതിൽ നിന്നൊരു പുതിയ അറിവ്, നിങ്ങൾ ഏതെങ്കിലും ഒരധ്യായം തന്നെ ആയിക്കോട്ടെ, ഒരധ്യായം തന്നെ എടുത്ത് നിരന്തരം അത് വായിച്ചാൽ, ശ്രദ്ധയോടുകൂടി വായിച്ചാൽ, അറിയാനുള്ള ആഗ്രഹത്തോടു കൂടി വായിച്ചാൽ, ഓരോ പ്രാവശ്യവും വായിക്കുമ്പോൾ, ചിന്തിച്ചു വായിക്കുമ്പോൾ ഓരോ പുതിയ അറിവും നമുക്കതിൽ നിന്ന് കിട്ടും. അത് ഇതിന് ഉദാഹരണമായിട്ട് ആത്മജ്ഞാനികൾ പറയുന്നത്, നമ്മൾ സമുദ്രത്തിൽ ഒരു ഭാഗത്ത്, അഗാധമായ സമുദ്രം, അതിലിറങ്ങി ഒരു ഭാഗത്ത് തപ്പി നോക്കിയാൽ അതിൻ്റെ അഗാധതയിൽ നിന്ന് എന്തെങ്കിലും മുത്തുച്ചിപ്പികളെങ്കിലും കിട്ടുമെന്നാണ്. പക്ഷേ ആ ഒരേ ഭാഗത്ത് തന്നെ വീണ്ടും നമ്മൾ സമുദ്രത്തിൽ ആദ്യം ഒന്ന് മുങ്ങി തപ്പിയെടുത്ത് തന്നെ വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വന്ന് നമ്മൾ ഇറങ്ങി തപ്പി നോക്കിയാൽ വീണ്ടും അവിടുന്ന് എന്തെങ്കിലും നമുക്ക് പുതിയതായിട്ട് കിട്ടും. നേരത്തെ കിട്ടിയതിനേക്കാൾ വ്യത്യസ്തമായി മറ്റെന്തെങ്കിലും ഒന്നുകൂടി കിട്ടും. അതെന്താ കാരണം? അത് സമുദ്രമാണ്, അഗാധമാണ്, അവിടെ ഒന്നും അവസാനിക്കുന്നില്ല. നമ്മൾ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി അതിലേക്ക് മുങ്ങി തപ്പുമ്പോൾ വീണ്ടും വീണ്ടും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പം ഭാഗവതം അങ്ങനെ അഗാധമായ, അനന്തമായ അറിവിൻ്റെ സാഗരമാണ് ഭാഗവതാമൃതം, ഭാഗവതം എന്ന കൃതി. അതുകൊണ്ട് അത്ര ഭക്തിയോടുകൂടി ഭാഗവതത്തിൽ ഒരധ്യായത്തിൽ ഏതൊന്നാണോ അതിനെ എത്ര പ്രാവശ്യം നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നോ, ചിന്തിക്കുന്നോ, ഓരോ പ്രാവശ്യവും നമുക്ക് പുതിയ അറിവുകൾ, പുതിയ പദങ്ങളുടെ ആശയങ്ങൾ, അർത്ഥങ്ങളൊക്കെ നമുക്ക് പുതിയതായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും. അതെൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവിടെ തൃതീയ സ്കന്ധത്തിലേക്ക് നമുക്ക് പോകാം. സർഗം എന്ന ലക്ഷണം. അപ്പോൾ ഈ സർഗം എന്ന ലക്ഷണത്തിലേക്ക് പോകുമ്പോൾ സൃഷ്ടിയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ഭാഗവതകാരകനായിരിക്കുന്ന ഭഗവാൻ വ്യാസമഹർഷി വരാഹാവതാരത്തെയാണ് സൂചിപ്പിച്ചത്. അപ്പോൾ വരാഹാവതാരം പറയുമ്പോൾ ലോകത്തിൽ ആദ്യമായി അവതരിച്ചിട്ടുള്ള ഭൂമിയിലേക്ക് വന്ന അസുരന്മാരുടെ കഥ, അതായത് ഹിരണ്യൻ്റെയും ഹിരണ്യകശുവിൻ്റെയും കഥ പറഞ്ഞിട്ട് അതിൽ ഈ വരാഹാവതാരം എന്ന കഥയിൽ ഹിരണ്യൻ എന്നു പേരുള്ള ഒരു അസുരനാണ് പ്രധാന കഥാപാത്രം. അവിടുത്തെ ആ കഥാപാത്രത്തെ അതായത് ആ കഥയിൽ മറ്റൊരു കഥാപാത്രമായിട്ട് വരാഹമൂർത്തിയായ ഭഗവാൻ വിഷ്ണുവിനെയുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാസൻ. അപ്പോൾ ഇവിടെ ഒരു കഥ ഉണ്ടാകുമ്പോൾ ആ കഥയിൽ ഒരു നായകനും ഒരു വില്ലനും ഒക്കെ ഉണ്ടാകുമല്ലോ സാധാരണഗതി. അതുപോലെ നമുക്ക് ഈ കഥയെ ഒന്ന് നിരൂപണം ചെയ്താൽ ഇവിടെ ഈ വില്ലനായിട്ട് ഈ അസുരൻ, അതായത് ഹിരണ്യനും, നായകനായിട്ട് ഭഗവാൻ വരാഹമൂർത്തിയെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് വ്യാസമഹർഷി. അപ്പോൾ ഈ കഥയെ നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, അതായത് കശ്യപ പ്രജാപതിയായിരിക്കുന്ന മഹർഷിയുടെ 2 ഭാര്യമാരിൽ അതിഥിയും ദിതിയും എന്ന് പറയുന്ന 2 സ്ത്രീകളായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ. ബ്രഹ്മപുത്രനായിരിക്കുന്ന കശ്യപ പ്രജാപതി തപസ് ചെയ്ത് കുറച്ചു കാലം കഴിഞ്ഞ് തൻ്റെ ആശ്രമത്തിലേക്ക് തപസ്സൊക്കെ കഴിഞ്ഞ് വന്ന് കയറുമ്പോൾ ഒരു ത്രിസന്ധിയിലായിരുന്നു. ആ സന്ധ്യാസമയത്ത് വന്ന് കയറിയപ്പോൾ അദ്ദേഹത്തെ കണ്ട മാത്രയിൽ ഈ ഭാര്യമാരിൽ ഇളയവളായ ദിതി എന്ന് പറയുന്ന സ്ത്രീ അദ്ദേഹത്തെ ഓടിച്ചെന്ന് ആലിംഗനം ചെയ്തു. ആ സന്ദർഭത്തിൽ ഭാര്യയോട് കശ്യപ പ്രജാപതി ആയ ഭർത്താവ് പറയുന്നുണ്ട്, ഭവതി, ഈ ത്രിസന്ധിയിൽ ഇക്കൂട്ട് അനാചാരങ്ങൾ പാടില്ലെന്ന് നിനക്കറിയില്ലേ, നീ അല്പം ഒന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞു. പക്ഷേ വിഷയത്തിൽ അതീവ തൽപരയായിരിക്കുന്ന ദിതി എന്ന് പറയുമ്പോൾ ആ കഥാപാത്രത്തിന് ആ പേരിട്ടിരിക്കുന്ന വളരെ അന്വർത്ഥമായ പേരുകളാണ് കഥാപാത്രങ്ങൾ കിട്ടിയിരിക്കുന്നത് മഹർഷി. കാരണം ഈ കഥാപാത്രങ്ങളുടെ പേരുകളുടെ ആശയം പഠിച്ചാൽ തന്നെ ഈ കഥയുടെ സാരത്തെ നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അതിഥിയും ദിതിയും എന്നാണ്. അപ്പോൾ ദിതി എന്ന് പറഞ്ഞാൽ ദൈത്യ സംസ്കാരമുള്ള ജീവൻ എന്നാണ്, അല്ലെങ്കിൽ ആസുരിക സ്വഭാവമുള്ള ജീവാത്മാവ് എന്നാണ്. എന്നാൽ അതിഥി എന്ന് പറഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. അതിഥി എന്ന് പറയുമ്പോൾ ദൈത്യ സംസ്കാരം ഇല്ലാത്തവൾ, ദൈത്യ സംസ്കാരത്തിന് നേരെ വിപരീതമായ ദൈവീക സംസ്കാരം, അതായത് സത്വഗുണം. മറ്റേത് ആസുരിക സ്വഭാവം, ഇത് സാത്വിക സ്വഭാവം. അപ്പം ഈ ആസുരിക സ്വഭാവമുള്ള സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ജീവന്മാർക്ക് പ്രധാനമായി ജീവിതത്തിൽ എന്താണ്, വിഷയങ്ങളോടാണ് ആസക്തി കൂടുതൽ.
ദൈവികതയേക്കാൾ കൂടുതൽ, ആധ്യാത്മിക ചിന്തകളേക്കാൾ കൂടുതൽ ഭൗതിക വസ്തുക്കളിൽ ഭ്രമം ഉണ്ടാവുകയും ഭൗതിക വസ്തുക്കളിലും വിഷയത്തിലും രാഗം കൂടിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് കുറേ കാലം കൊണ്ട് ഭർത്താവിൻ്റെ സാമീപ്യം അനുഭവിക്കാത്ത ഈ ദിതി ഭർത്താവിനെ കണ്ട മാത്രമേ ഓടിച്ചെല്ലുകയും വാരിപ്പുണരുകയും ചെയ്തു. അപ്പം നീ ത്രിസന്ധ്യ സമയമാണ്, ഇക്കൂട്ട് അനാചാരങ്ങളൊന്നും പാടില്ലെന്ന് അറിഞ്ഞുകൂടെ, നീ അല്പം ഒന്ന് ക്ഷമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് ഉൾക്കൊള്ളാതെ ആ കശ്യപ പ്രജാപതിയായ ഭർത്താവിൻ്റെ നീവീബന്ധത്തെ പിടിച്ചഴിച്ചു എന്ന്, അതായത് മടിക്കുത്ത് പിടിച്ചഴിച്ചു എന്നാണ്. അപ്പോൾ ഈശ്വരേച്ഛയാണ് എന്ന് മനസ്സിലാക്കുന്ന കശ്യപ പ്രജാപതി ആ ഭാര്യയുടെ ഇംഗിതത്തിന് വശമായി തീരുകയും ആ അശുഭസമയം അല്ലെങ്കിൽ ആ ആസുരികമായ സമയം, ത്രിസന്ധ്യാസമയം ഒന്നിനും കൊള്ളില്ല എന്ന്. കാരണം എന്താ, നെഗറ്റീവ് എനർജി കൂടുതലുള്ള സമയമാണ്, ആസുരികമായ മുഹൂർത്തമാണത് ത്രിസന്ധ്യാസമയം. അതുകൊണ്ടാണ് സന്ധ്യാസമയത്ത് നിലവിളക്ക് കത്തിച്ച്, സന്ധ്യയ്ക്ക് മുമ്പ് നിലവിളക്ക് കത്തിച്ച് ആസുരികമായ എനർജി നമ്മുടെ മനുഷ്യ ശരീരത്തിലും ജീവനിലും ഒന്നും ഭവിക്കാതിരിക്കാനാണ് ആ സമയത്ത് നിലവിളക്ക് കത്തിച്ച് വെച്ച് ശുദ്ധമായ എണ്ണ ഉപയോഗിച്ച് വിളക്ക് കത്തിക്കുമ്പോൾ അതിൽ നിന്നൊരു പോസിറ്റീവ് എനർജി, കൈനറ്റിക് എനർജിയായി ഡെവലപ്പാകുകയും അതിൻ്റെ ചുറ്റിലും അതിൻ്റെ സാന്നിധ്യത്തിലിരുന്ന് നാമം ജപിക്കുമ്പോൾ അന്തരീക്ഷ പ്രകൃതിയിലുണ്ടാകുന്ന ആസുരികമായ എനർജി അല്ലെ ആ ശക്തി നമ്മളെ ബാധിക്കാതിരിക്കും എന്നുള്ളതിനാണ് ത്രിസന്ധ്യയ്ക്ക് നാമം ജപിക്കണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ. അപ്പോൾ ഇവിടെ സൂചിപ്പിച്ചത് ഈ ത്രിസന്ധ്യയിലാണ് ആ സൃഷ്ടി ഉണ്ടായത്. അപ്പോൾ ഇവിടെ സർഗം സൃഷ്ടിയെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ ആ സൃഷ്ടിയിൽ ജനിച്ചത് ഇവിടെ ഹിരണ്യനും ഹിരണ്യകശിപു എന്ന പേരുള്ള രണ്ട് അസുരന്മാരാണ്. ഇവരുടെ ഒരു പൂർവ്വ വൃത്താന്തം പറയുന്നുണ്ട്. ഇവർ അതായത് കഴിഞ്ഞ ജന്മത്തിൽ അതായത് ജയവിജയന്മാരായിരിക്കുന്ന സത്തുക്കളായിരുന്നു. ഇവർ ഭൂമിയിൽ ജീവിച്ച് അതായത് സാലോക്യമുക്തിക്ക് അർഹരായിട്ട് ശരീരം ഉപേക്ഷിച്ചപ്പോൾ സാലോക്യമുക്തിക്ക് അർഹരായ വിഷ്ണുഭക്തന്മാരായ ഇവർ വൈകുണ്ഠ ലോകത്തിൽ എത്തിയെന്നും അവിടെ ഭഗവാൻ സാലോക്യമുക്തിക്ക് അർഹരായ ഇവർക്ക് ഭഗവാന്റെ കാവൽക്കാരായി അവരെ അവിടെ തന്നെ നിയോഗിക്കുകയും അവിടെ നിയോഗിച്ച സമയത്ത് ഒരിക്കൽ ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന സനകാദികൾ വൈകുണ്ഠത്തിലെത്തി ഭഗവാനെ ദർശിക്കാനെത്തിയപ്പോൾ പരമജ്ഞാനികളായ അവരുടെ മഹത്വം മനസ്സിലാക്കാതെ ഇവരെ ഈശ്വര ദർശനത്തിന് തടസ്സം സംഭവിപ്പിച്ചതുകൊണ്ട് സനകാദികളായ ഋഷീശ്വരന്മാർ ഈശ്വര ദർശനത്തിന് നിരോധം ഭവിപ്പിച്ചതിനാൽ ഈശ്വര വിരോധികളായി തീരട്ടെ എന്ന് ശപിച്ച് ഇവർ അസുര യോനിയിൽ പോയി ജനിക്കട്ടെ എന്ന് ശാപം കിട്ടി. ഇതിൽ ദുഃഖിതരായിത്തീരുന്ന ജയവിജയന്മാരെ സാക്ഷാൽ ഭഗവാൻ വൈകുണ്ഠ ലോകത്ത് തന്നെ അനുഗ്രഹം കൊടുത്തിട്ട് അവരെ ആശ്വസിപ്പിച്ചിട്ട് പറഞ്ഞു, 3 ജന്മത്തിലും നിങ്ങൾ എന്നെ വിരോധിക്കുന്നവരായി ഭവിക്കും. ആ 3 ജന്മത്തിലും നിങ്ങളെ വധിച്ച് നിങ്ങൾക്ക് ഞാൻ മോക്ഷം നൽകും എന്ന് ഭഗവാൻ അനുഗ്രഹിക്കുന്നു. നമുക്കറിയാം അവരാണ് 3 ജന്മത്തിലും വന്ന് ജനിച്ചിട്ടുള്ള 3 കഥാപാത്രങ്ങളുടെ പേരുകൾ. ആദ്യത്തെ ജന്മത്തിൽ അവർ അസുരന്മാരായിട്ട് അസുരയോനിയിൽ ദിതിയുടെ ഗർഭത്തിൽ വന്നു ജനിച്ചു. അതായത് ഹിരണ്യനും ഹിരണ്യകശിപുവായിട്ട്. രണ്ടാമത്തെ ജന്മത്തിൽ ഇവർ രാക്ഷസീയമായ തലത്തിൽ, അതായത് ആസുരിക സ്വഭാവം കഴിഞ്ഞ രജോ ഗുണം, അതായത് ഈ രാക്ഷസീയമായ ഭാവമുണ്ട്, അതിനെ രാക്ഷസ വംശത്തിൽ രാവണനും കുംഭകർണനുമായിട്ട് ഇവർ ജനിച്ചു. അന്നേരവും അവർ ഈശ്വരനെ വിരോധിച്ച് ഭഗവാൻ വിഷ്ണുവിനെ എതിർത്തു. അത് കഴിഞ്ഞിട്ട് ഇവർ മനുഷ്യരായിട്ട് ജനിച്ചതാണ്. അതായത് ശിശുപാലൻ അറിയാം നമുക്ക്, ശിശുപാലൻ ദന്തവക്ത്രനും ശിശുപാലനും. അപ്പോൾ ഈ ദന്തവക്ത്രനും ശിശുപാലനുമായിട്ട് ജനിച്ചപ്പോഴും ഈ 3 ജന്മത്തിലും ഭഗവാനെ ഇവർ എതിർത്തിരുന്നു. ആ 3 ജന്മത്തിലും ഈ ആസുരിക സ്വഭാവം, അതായത് ആദ്യത്തെ ജന്മത്തിൽ ഒരു ജീവനിലുണ്ടായ സ്വതവേ ഉണ്ടായ ഞാനെന്ന ഭാവം കൊണ്ടുണ്ടായ ആസുരിക ഭാവത്തെ ഭഗവാൻ നിഗ്രഹിച്ചു. അതാണ് ഭഗവാൻ അവരെ വധിച്ചു എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമത്തെ ജന്മത്തിൽ ജീവനിലുണ്ടായിരുന്ന ആസുരികത കഴിഞ്ഞ രാക്ഷസീയമായ ഭാവമുണ്ട്. അപ്പോൾ ആ രാക്ഷസീയമായ ഭാവത്തിൽ, അതുകൊണ്ടാണ് അവർ രാക്ഷസന്മാരായി രാവണനും കുംഭകർണനുമായി ജനിച്ചെന്ന് പറയുന്നത്.
അപ്പോൾ ആ രാക്ഷസീയമായ ഭാവത്തെയും ജീവനിലുള്ള രാക്ഷസീയതയും നിഗ്രഹിച്ചു ഭഗവാൻ. അതാണ് രാവണനെയും കുംഭകർണനെയും ഭഗവാൻ വധിച്ചു ശ്രീരാമനായിട്ട്. അടുത്തത് അവർ മനുഷ്യർ വന്ന രജോഗുണ സ്വഭാവമുണ്ട്, ഞാനെന്ന ഭാവം ഉണ്ട്. ആ ഞാനെന്ന ഭാവത്തിലാണ് ശിശുപാലൻ നന്ദഭക്തനും ഭഗവാനെ എതിർത്തത്. രാജസൂയയാഗത്ത് ശിശുപാലൻ ഭഗവാനെ കളിയാക്കി. 100ാമത്തെ തെറ്റ് ആവർത്തിച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ ശിശുപാലൻ്റെ ശിരസിനെ ഭേദിച്ച് ആ ശിശുപാല ജീവഭാവത്തെ, ആ ജീവനെ ഭഗവാനിലേക്ക് ചേർത്ത് ഭഗവാൻ 3ാമത്തെ ജന്മത്തിൽ ഭഗവാൻ മോക്ഷം കൊടുത്തു. ഇതാണ് ഈ അസുരന്മാരുടെ പൂർവ്വവൃത്താന്തം. അപ്പോൾ അങ്ങനെ ഇവിടെ ഹിരണ്യകശുവായിട്ടും ജനിച്ചപ്പോൾ ഈ ഹിരണ്യൻ, അതായത് ഹിരണ്യനും ഹിരണ്യകശുവൊക്കെ തപസ് ചെയ്ത് അതിബലവാന്മാരായി അമ്മയുടെ നിർദ്ദേശപ്രകാരം അച്ഛനിൽ നിന്ന് തന്നെ വരങ്ങൾ മേടിച്ച് അതീവ ബലവാന്മാരായി ത്രിലോകങ്ങളെ ഈ അസുരന്മാർ കൈയടക്കി. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സർഗം സൃഷ്ടിയെക്കുറിച്ചാണല്ലോ പറയുന്നത്. എന്നാൽ അതേസമയം സാത്വിക ഗുണസ്വഭാവമുള്ള മറ്റൊരു സ്ത്രീയുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട്, അതിഥി. ദേവ സംസ്കാരമാണ്. അപ്പോൾ ദേവസംസ്കാരമുള്ള സ്ത്രീ ആയതുകൊണ്ടാണ് അതിഥി എന്ന് പേരുണ്ട്. അപ്പോൾ ആ ദേവസംസ്കാരമുള്ള സ്ത്രീയിൽ ഇതേ പ്രജാപതിയായ കശ്യപൻ പുത്രസൃഷ്ടി നടത്തിയപ്പോൾ അവരെല്ലാം ദേവന്മാരായിട്ട് ജനിച്ചു. ആ സന്താനങ്ങളെല്ലാം ദേവന്മാരാണ്. അതാണ് ഇന്ദ്രൻ തുടങ്ങിയിട്ടുള്ള ദേവന്മാർ അതിഥിയുടെ മക്കളാണ്. അപ്പം ഇവിടെ നമ്മൾ പുരാണ കഥകളിലൊക്കെ കേട്ടിട്ടുണ്ട് ഈ ദേവാസുര യുദ്ധം ഉണ്ടാകും. ഇടയ്ക്കിടയ്ക്ക് ദേവാസുര യുദ്ധം ഉണ്ടാകും. എന്താ കാരണം? അസുരന്മാർ പറയും സ്വർഗം ഞങ്ങൾക്ക് വേണം, ഞങ്ങളും അത് അസുരന്മാരും സഹോദരങ്ങളാണ്, അപ്പോൾ അതുകൊണ്ട് ഒരു പിതാവിൽ നിന്ന് ജനിച്ചവരാണ്, അപ്പോൾ ഞങ്ങൾക്ക് സ്വർഗം വേണം. പാതാളം, ഇരുട്ട് നിറഞ്ഞ പാതാളമല്ല, പ്രകാശം മാത്രമുള്ള സ്വർഗം ഞങ്ങൾക്ക് വേണം. ഈ പാതാളവും സ്വർഗവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. അതായത് സ്വർഗത്ത് എപ്പോഴും പ്രകാശമാണ്, പാതാളത്തെ എപ്പോഴും ഇരുട്ടാണ്. സ്വർഗത്ത് സ്വർഗീയ സുഖങ്ങളുണ്ട്, പാതാളത്തിൽ അതല്ലല്ലോ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് ഈ ബ്രഹ്മാണ്ഡ സങ്കല്പത്തിൽ ഏറ്റവും ഉയർന്ന ലോകവും ഏറ്റവും താഴ്ന്ന 2 ലോകവുമാണ് പാതാളവും സ്വർഗവും എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഉയർന്ന ലോകം സ്വർഗവും താഴ്ന്ന ലോകം പാതാളവുമാണ്. അപ്പോൾ ഈ അസുരന്മാർ ഈ ഞാനെന്ന ഭാവം കൊണ്ട് എന്തു ചെയ്യും? ത്രിലോകത്തെ അടക്കി ഭരിക്കാൻ ശ്രമിക്കും. അപ്പം ദേവന്മാരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കും. എന്നിട്ട് കുറച്ചു കാലം അവിടെ സ്വർഗത്തിൽ അവർ ഭരിക്കും. അതെന്താ കാരണമെന്ന് ചോദിച്ചാൽ ദേവന്മാരിലും അഹമെന്ന ഭാവം ഉണ്ടാകും. അപ്പോൾ അവരിലുണ്ടാകുന്ന ദൈവികമായ ചൈതന്യത്തിന് ലോഭം വരികയും അവർക്ക്, അതായത് ജീവശക്തിയിൽ അതായത് ബലം കുറയും. ഇതാണ് ദേവന്മാർക്ക് ബലം കുറഞ്ഞപ്പോൾ അസുരന്മാരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയെന്ന് പറയുന്നതിൻ്റെ സമാധിതല ഇതാണ്. ഇപ്പോൾ ജീവനിൽ അഹമെന്ന ഭാവം കൊണ്ട്, രാഗങ്ങൾ കൊണ്ട്, അഷ്ടരാഗാദികൾ കൊണ്ട് ജീവൻ്റെ അതായത് ആത്മീയമായ ബലം കുറയുമ്പോൾ ആസുരിക ശക്തികൾക്ക് ബലം കൂടുകയും ആസുര ശക്തികൾ ജീവനെ അടക്കി ഭരിക്കുകയും ചെയ്യും. ത്രിലോകത്തെയും അസുരന്മാരടക്കി ഭരിക്കുക എന്ന് പറഞ്ഞാൽ സമാധി തലം കൊണ്ട് ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മളിരിക്കുന്ന ശരീരം, വ്യഷ്ടി ശരീരം എന്ന് പറയുന്നത് 3 ശരീരം ചേർന്നാണ്. സ്ഥൂല, സൂക്ഷ്മ, കാരണ ശരീരം. ഈ 3 ശരീരത്തിലായിട്ട് വർത്തിക്കുന്നതാണ് ജീവാത്മാവ്. അപ്പം ത്രിലോകങ്ങളും ഭരിക്കുന്നത് ഒരാളാണ്. അപ്പോൾ ദേവേന്ദ്രൻ ത്രിലോകങ്ങൾ ഭരിക്കുന്ന ആളാണ് എന്ന് പറയും. അപ്പോൾ ആ ത്രിലോകം വെട്ടിപ്പിടിക്കുന്ന ആരാ? അസുരന്മാരാണ്. എന്നിട്ട് അവർ ഭരിക്കുന്നു എന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഫിലോസഫി, അതായത് വേദാന്തം എന്ന് പറയുന്നത് ഒരു വ്യഷ്ടി ശരീരം. ഈ കഥകളൊക്കെ മനുഷ്യർക്ക് വേണ്ടിയാണല്ലോ, മനുഷ്യർക്ക് ഇത് ബോധം ഉണ്ടാകാനാണ്. അപ്പോൾ വ്യഷ്ടി ശരീരത്തിൽ 3 ലോകമായിട്ടാണ് ഈ 3 ശരീരത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഗായത്രി മന്ത്രത്തിലേക്ക് നിങ്ങൾ നോക്കൂ. ഓം ഭൂർഭുവസ്വ എന്നാണ്. ഓം ഭുവർഭുവസ്വഹ തസ്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ നഃ പ്രചോദയാത്. അപ്പോൾ ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, ഈ 3 ലോകത്തെയും പ്രകാശിപ്പിക്കുന്ന സവിതാവായ ഹേ സൂര്യഭഗവാനെ എൻ്റെ ബുദ്ധിയെ പ്രചോദിപ്പിക്കണമേ എന്നാണ് മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ഇത്? സമാധി തലത്തിൽ അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഒരു ജീവനെ സംബന്ധിച്ചിടത്തോളം ഈ 3 ലോകം, ജീവനുള്ളത് വ്യഷ്ടി ശരീരമാകുന്ന സ്ഥൂല ശരീരം, സൂക്ഷ്മ ശരീരം, കാരണശരീരം, ഈ 3 ശരീരത്തിലാണ് അധിവസിക്കുന്ന ജീവാത്മാവ്. ഈ 3 ശരീരത്തെയും പ്രചോദിപ്പിക്കുന്നത്, പ്രകാശിപ്പിക്കുന്നത് പരമാത്മാവായ സൂര്യനാണ്. ആ സൂര്യനെ പരമാത്മഭാവത്തിലാണ് സമാധിതലത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ 3 ലോകത്തിലും
അസുരന്മാർ കൈയടക്കുക എന്ന് പറയുമ്പോൾ എന്താണ്? ജീവൻ്റെ ഈ ദൈവികമായ എല്ലാ ഗുണസ്വഭാവങ്ങളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് ജീവനെ ആ സാത്വികതയിൽ നിന്ന് പൂർണ്ണമായിട്ട് അധോഗതിയെ പ്രാപിപ്പിച്ച് ആസുരിക സ്വഭാവത്തിൽ ആസുരൻ്റെ അടിമയാക്കി വർത്തിക്കുന്ന അവസ്ഥ. ആസുരിക സ്വഭാവത്തിൻ്റെ അടിമയായി ജീവാത്മാവ് മാറും. വാസന, ജീവൻ, മനസ്സ് ഇതൊക്കെ മാറുന്ന അവസ്ഥ. അതാണ് ഈ 3 ലോകത്തെയും അസുരന്മാരെ അടക്കി ഭരിക്കുന്നത് എന്നതുകൊണ്ട് യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത്. ഇവിടെ എന്ത് ഈ കഥയിൽ പറഞ്ഞിരിക്കുന്നു? അതായത് ഈ ഹിരണ്യൻ എന്ന് പറയുന്ന അസുരൻ ത്രിലോകങ്ങളെ അടക്കി ഭരിച്ച് ദേവന്മാരെയൊക്കെ പരാജയപ്പെടുത്തി കഴിഞ്ഞപ്പോൾ തന്നോട് യുദ്ധം ചെയ്യാൻ ആരും എതിരെ വരാതിരുന്നപ്പോൾ സമുദ്രത്തിൽ ഭൂമിദേവിയെ ആക്രമിച്ചെന്ന്. അപ്പോൾ ഭൂമിദേവി ക്ഷമയുടെ പര്യായമാണ്. മഹാവിഷ്ണുവിൻ്റെ ഭാര്യാവതത്തിലിരിക്കുകയാണ്. അപ്പോൾ ഭൂമിദേവി എന്ന് പറയുമ്പോൾ തന്നെ എന്താ? ഭൂമി മാത്രമല്ല, സ്ഥൂല വസ്തു ഭൂമിയാണ്. പക്ഷേ ആ സ്ഥൂല വസ്തുവിൽ ഒരു ചൈതന്യത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് അതിനെ ഭൂമി ദേവി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ദേവി എന്നത് ആ ഭൂമിയുടെ ഒരു ചൈതന്യമാണ്. ഭൂമിക്ക് ചൈതന്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. ഭൂമിക്ക് ആകർഷണശക്തിയുണ്ട്. കേവലം ഒരു വസ്തുവല്ല. ഭൂമി എല്ലാറ്റിനെയും അതിൻ്റെ കേന്ദ്രത്തിലേക്ക് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു. ആ ആകർഷിക്കുന്ന ഒരു ചൈതന്യം, ഒരു ശക്തി ഉണ്ടല്ലോ, അതിനെയാണ് ഇവിടെ ഭാരതീയ സംസ്കാരത്തെ അതുകൊണ്ട് അതിനെ ഭൂമി ദേവി എന്ന് വിളിച്ചു. അപ്പോൾ ഈ ഭൂമി ദേവിയെയാണ് ആക്രമിച്ചത് അസുരൻ. ആക്രമിച്ച് എവിടെ കൊണ്ടുപോയി? പാതാളത്തിലേക്ക് കൊണ്ടുപോയി. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഭൂമിയെ 250 കോടി യോജന വിസ്തീർണമുള്ള ഭൂമിയെ എടുത്ത് ഈ ഒരു അസുരൻ പാതാള ലോകത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ്? അല്ല, ഒരിക്കലുമല്ല. ഭൂമി ദേവിയെ ആക്രമിച്ച് പാതാളത്തിൽ കൊണ്ടുപോയി എന്ന് പറയുന്നതിൻ്റെ കഥയുടെ സമാധിതലം നമ്മളുടെ ജീവാത്മാവിനെ, അതായത് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജീവാത്മാവ്. ഇവിടെ ഭൂമി എന്ന് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം. 14 ലോകങ്ങളാണ് ഒരു ബ്രഹ്മാണ്ഡമായി സങ്കല്പിച്ചിരിക്കുന്നത്, ഒരു സമഷ്ടി ലോകത്തിൽ. ഇത് തന്നെ നമ്മുടെ ശരീരമെന്ന വ്യഷ്ടി ലോകത്തിലും 14 ലോകത്തെ സങ്കല്പം ചെയ്തിട്ടുണ്ട് വേദാന്തത്തിൽ. അതിൽ നമുക്കറിയാം ഈരേഴ് 14 ലോകമെന്നാണ് ഇതിനെ സങ്കല്പിക്കുക. ഈരേഴ് 14 ലോകമെന്ന് പറയുമ്പോൾ ഭൂമി മുതൽ ഭൂമിയെ ബേസ് ചെയ്ത് മുകളിലോട്ട് 7 ലോകം, അതായത് ഭൂലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപലോകം, സത്യലോകം. ഭൂമി മുതൽ താഴോട്ട് അതലം, വിതലം, തലാതലം, മഹാതലം, രസാതലം, പാതാളം, ഇങ്ങനെ 7 ലോകം. അപ്പോൾ ഇതിനെ രണ്ടിനെ 7 14 ലോകം. അപ്പോൾ മധ്യത്തിൽ ഭൂമിയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇത് ആണ് സമഷ്ടി ഭാവനയെങ്കിൽ വ്യഷ്ടി ഭാവനയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ മൂലാധാരത്തെ ഭൂമി തത്വമായി സൂചിപ്പിക്കുന്നു. അപ്പോൾ അവിടെ ഭൂമി തത്വത്തിൽ മൂലാധാരത്തിലാണല്ലോ ജീവാത്മാവ് സ്ഥിതി ചെയ്യുന്നത്. സഹസ്രാരപത്മത്തിൽ നിന്ന് മൂലാധാരത്തിലെത്തി മൂലാധാരത്തിൽ നിന്ന് താഴെയായിട്ട് ഈ ജീവാത്മാവ് ഒരു പാമ്പിൻ്റെ ആകൃതി ധരിച്ച് വാലും തലയും ഒക്കെ കീഴോട്ടാക്കി അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഈ ഭൂമി ദേവിയാകുന്ന ഈ ചൈതന്യമാകുന്ന ജീവശക്തിയെ ജീവനിൽ തന്നെ വാസനകൾ, ദുർവാസനകളാകുന്ന ആസുരിക സ്വഭാവമാകുന്ന അസുരൻ എന്തു ചെയ്യുന്നു? രാഗബലം കൊണ്ട് അടിച്ചമർത്തുന്നു. എന്നിട്ട് എവിടെ കൊണ്ടുപോയി? പാതാളത്തിൽ. പാതാളം എന്ന് പറയുമ്പോൾ എവിടെ? അന്ധകാരമാണ്. അപ്പോൾ ജീവൻ്റെ സ്വതസ്വത്തമായ സത്വഗുണത്തെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആസുരിക ബുദ്ധി ജീവസ്വത്വത്തെ പൂർണ്ണമായി ഇല്ലാതാക്കിയിട്ട് അധോഗതിയിലേക്ക്, ആ ജീവൻ്റെ അധോഗതിയിലേക്ക് എത്തിക്കുന്നു. ഇതാണ് പാതാളത്തിലേക്ക് ഭൂമിയെ ആക്രമിച്ചു കൊണ്ടുപോയി അസുരൻ. അപ്പോഴോ അവിടെ കഥയിൽ പറയുന്ന ഭൂമിദേവി തനിക്ക് ഉയർത്തെഴുന്നേൽക്കുവാൻ സാധിക്കുന്ന, തന്നെ സംരക്ഷിക്കുന്ന എല്ലാ ജീവൻ്റെയും സംരക്ഷകനായ മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ ഇവിടെ ആരാണ്? പരമാത്മാവാണ്. എല്ലാ ജീവൻ്റെ ഉത്ഭവം ഭഗവാനിൽ നിന്നാണ്. ഭഗവാന്റെ ഭാര്യാപദത്തിലാണ് എപ്പോഴും ജീവാത്മാക്കൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് വേദങ്ങളിൽ ജീവാത്മാവിന് സ്ത്രീലിംഗം ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഹിന്ദി ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും ജീവാത്മാവിനെ സ്ത്രീലിംഗത്തിലാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം വേദാന്തത്തിലും ജീവാത്മാവിനെ ഗോപികയായിട്ട് ഭാഗവതത്തിൽ രാസക്രീഡയിലെ 16,000 ഗോപികമാരുടെ കഥ പറയും. ആ ഗോപികമാരൊക്കെ ഭഗവാനെ ആശ്രയിക്കുന്ന ജീവാത്മാക്കളാണെന്ന് ധരിക്കുമ്പോഴേ ആ കഥ മോക്ഷത്തിന് ഉപയോഗമാകുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഗോപിക എന്ന സ്ത്രീലിംഗ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ജീവാത്മാവിനെ സംബോധന ചെയ്യുന്നതാണ് സമാധിതലത്തിൽ. അപ്പോൾ ഇവിടെ ഈ ജീവാത്മാവാകുന്ന ഭൂമിദേവിയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയപ്പോൾ
അതിൽ നിന്ന് അതിനെ തരണം ചെയ്യണം, അതിൽ നിന്ന് ആ അധപ്പതനത്തിൽ നിന്ന് ജീവൻ ഉയരണം എന്ന് തോന്നിയപ്പോൾ പരമാത്മാവാകുന്ന ഈശ്വരൻ സത്വഗുണസ്വരൂപിയായ, അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ സത്വഗുണസ്വരൂപത്തെ ആശ്രയിക്കണം. ജീവന് മനസ്സിനും വീണ്ടും ഉത്കർഷവും ഉയർച്ചയും ഉണ്ടാകണമെങ്കിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? സത്വഗുണസ്വരൂപത്തെ തന്നെ ആശ്രയിക്കണം. അതുകൊണ്ട് ഭഗവാൻ അവിടെ ആശ്രയിച്ചു എന്ന കഥയിൽ പറഞ്ഞു. ഭഗവാൻ അപ്പോൾ വരാഹമൂർത്തി ഒരു അവതാരം അതിനു വേണ്ടി എടുത്തു. എന്താ അങ്ങനെ ഒരു അവതാരം അതിനു വേണ്ടി എടുത്തെന്ന് പറയുമ്പോൾ, എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ, അധോഗതിയിൽ നിന്ന് ജീവന് ഉണരണം, ഉയർന്ന് എഴുന്നേൽക്കണം എന്ന് തോന്നുമ്പോൾ, മനസ്സ് അതിലേക്ക് എത്തിച്ചേരുമ്പോൾ, ബോധമെന്ന പരമാത്മാവ്, ബുദ്ധി എന്ന ഈശ്വരൻ അതിനൊരു ഉപാധി നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരും. ഈ ഉപാധികളെയാണ് അതായത് അവതാരങ്ങളെന്ന് സങ്കല്പം ചെയ്യാവുന്നത്. അപ്പോൾ അവിടെ ഒരു ഉപാധി ഉണ്ടാകും, അവിടെ ഒരു അവതാരം, അതിനൊരു സൊല്യൂഷൻ ഈശ്വരൻ തന്നെ ഉണ്ടാക്കി തരുമെന്നാണ്. അപ്പോൾ ആ ഈശ്വരൻ നമുക്ക് തരുന്ന ആ ആപത്തിൽ നിന്ന് അധപ്പതനത്തിൽ ഉയരുവാൻ നമ്മളുടെ മുന്നിലേക്ക് ഒരു അവതാരം അവിടെ ഇറങ്ങി വരികയാണ്. ആ ആപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു ഉപാധി അവിടെ നമ്മുടെ മുന്നിലേക്ക് പ്രത്യക്ഷമാകുവാണ്. അതിനെ നമ്മൾ ആശ്രയിച്ചുകൊണ്ട് നമ്മൾ ഉയർന്നു വേണം. ഭഗവാൻ വരാഹമായി അവിടെ ഉയർന്നു വന്നു. അപ്പോൾ ആ ഭൂമിയെ ഭഗവാന്റെ തേറ്റമേൽ വെച്ച് ഉയർത്തിക്കൊണ്ടുവന്നു. അപ്പോഴും ആര് വന്നു? ഹിരണ്യൻ ഗതയുമായിട്ട് വന്നു. ഹിരണ്യനെ ഭഗവാൻ നിഗ്രഹിച്ചു. എന്താ കാരണം? പരമജ്ഞാനമാണ് ഭഗവാൻ. പരമജ്ഞാനമാകുന്ന അഗ്നി സ്വരൂപമായിരിക്കുന്ന ഭഗവാനെ ഒരാസുരിക ശക്തികൾക്ക് എതിർത്ത് ജയിക്കാൻ പറ്റില്ല. കാരണം പരമജ്ഞാനത്തിൻ്റെ മുന്നിൽ അജ്ഞാനാന്ധകാരമായ രാഗസ്വഭാവങ്ങളാകുന്ന ആസുരിക മൂർത്തികൾക്ക് ഒരിക്കലും ജയിക്കാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അസുരനെ ഭഗവാൻ ജയിച്ചു എന്ന് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ജയിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്നാൽ അവിടെ ഈ പരമാത്മാവും അതായത് ജീവാത്മാവും തമ്മിൽ സംയോജിച്ചപ്പോൾ, സംഘിച്ചപ്പോൾ അവിടെ ഒരു പുത്രനുണ്ടായി, ഭൂമിദേവി. ഈ കഥ വളരെ പ്രധാനമാണ്. ആ പുത്രനുണ്ടായത് ഇപ്പോൾ തന്നെ ഭൂമിദേവി ഭഗവാൻ വരാഹമൂർത്തിയോട് പറഞ്ഞു, ഹേ ഭഗവാനെ, എനിക്ക് അങ്ങയുടെ സംഘം കൊണ്ടൊരു പുത്രനുണ്ടായി. ആ പുത്രൻ അസുരനായി തീരും, എങ്കിലും അവനെ അങ്ങ് വധിക്കരുത് എന്ന്, അവനെ രക്ഷിക്കണം എന്ന് അപേക്ഷിച്ചു. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, അവനെ ഞാൻ അല്ലാതെ വേറെ ആരും വധിക്കില്ല, അവൻ അജയനായി തീരും. അതുകൊണ്ട് ആ ഭവതിയുടെ ഇഷ്ടത്തിന് വേണ്ടി, അവൻ അജയനായി തീരാൻ വേണ്ടി ഞാൻ നാരായണാസ്ത്രം അവന് നൽകും. ഈ അസ്ത്രം കൊണ്ട് മഹാദേവനെ മാത്രം എതിർക്കരുത്, എതിർത്താൽ ആ അസ്ത്രം പൊടിഞ്ഞു പോകും, മുറിഞ്ഞു പോകും എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് ഈ പുത്രന് നാരായണാസ്ത്രവും ഭഗവാൻ നൽകി. ഈ പുത്രൻ ആരാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? ഈ പുത്രൻ്റെ പേരാണ് നരകാസുരൻ. നോക്കൂ, അതായത് മഹാവിഷ്ണുവിൽ നിന്നും സത്വഗുണമൂർത്തിയായിരിക്കുന്ന ഭൂമിദേവിയിൽ നിന്നും പുത്രനുണ്ടായപ്പോൾ നരകാസുരൻ ജനിച്ചു എന്ന് കഥയിൽ എഴുതി വെച്ചാൽ നമ്മുടെ സാധാരണ യുക്തിക്ക് ചേരുമോ? ഒരിക്കലും ചേരത്തില്ല. അപ്പോൾ ഈ കഥയെ നിരൂപണം ചെയ്യുമ്പോഴേ ഇതിൻ്റെ തത്വം നമുക്ക് മനസ്സിലാവും. ഈ കഥയെ സമാധി തലത്തിൽ അന്ന് അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാകും. അതായത് ഇവിടെ പരമാത്മസ്വരൂപത്തിൻ്റെ സംഘം ഭൂമിദേവിക്കുണ്ടായപ്പോൾ അവിടെ ഭൂമിദേവി അസുരസ്പർശനം കൊണ്ട് അശുദ്ധയായിരുന്നു എന്ന് ഭൂമിദേവി പറഞ്ഞു. എന്തുകൊണ്ടാണ് അസുരൻ ജനിച്ചതെന്ന്, ഇങ്ങനെ ഒരു അധർമ്മിയായ പുത്രൻ എന്തുകൊണ്ട് ജനിച്ചു എന്ന് ഭൂമി തന്നെ ആ കഥയിൽ പറയുകയാണ്. അസുരസ്പർശനം കൊണ്ട് അശുദ്ധയായിരുന്ന സമയത്ത് അങ്ങയുടെ സംഘമുണ്ടായതുകൊണ്ടാണ് എനിക്ക് അധർമ്മിയായ അസുരൻ ജനിച്ചത് എന്ന് പറയും. എന്താ യഥാർത്ഥത്തിൽ ഈ തത്വം എന്നറിയാം? ഇത് സമാധി തലത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാകും. ജീവാത്മാവിന് ആസുരിക ഭാവം വന്നാൽ, അപ്പോൾ സൃഷ്ടി സംഭവിച്ചാൽ, സംഘമുണ്ടായാൽ, അതായത് സാക്ഷാൽ ബ്രഹ്മജ്ഞാനിയായിരിക്കുന്ന ഭഗവാൻ, ബ്രഹ്മസ്വരൂപത്തിലുള്ള ഭഗവാൻ സൃഷ്ടി നടത്തിയാൽ പോലും ഉപാധിയുടെ സ്വഭാവം അനുസരിച്ച് സൃഷ്ടി ഉണ്ടാകുള്ളൂ. ഇവിടെ സൃഷ്ടിക്ക് വേദാന്തത്തിൽ പറയുന്ന ഉപാധി, ഉപാധേയം, രണ്ട് തലങ്ങളുണ്ടാകണം. കാര്യവും കാരണവും ഉണ്ടാകണം. ഇവിടെ കാരണം ഭഗവത് സ്വരൂപം ഭഗവാനാണ്, കാര്യമോ ഭൂമിദേവിയാണ്. അപ്പോൾ ഈ കാര്യകാരണത്തിൽ നിന്നാണ് മൂന്നാമതൊരു സൃഷ്ടി ഉണ്ടാകുന്നത്. ഇവിടെ ഉപാധിയാണ് ഇവിടെ കാര്യമെന്നും ഉപാധേയം കാരണമെന്നും നമുക്ക് സൂചിപ്പിക്കാം. ഇവിടെ ഉപാധേയ സംഘം കൊണ്ട് മൂന്നാമതൊരു സൃഷ്ടി ഉണ്ടാകുമ്പോൾ സൃഷ്ടിയുടെ പ്രകടമായ സ്വഭാവം ഉപാധിയുടേതാകും എന്നാണ് വേദം പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കൂ, ഭൂമിദേവി അസുരൻ്റെ സ്പർശനം കൊണ്ട് അശുദ്ധയായി എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും ജീവനും ആസുരിക
സംഘം കൊണ്ട് അശുദ്ധമായിരിക്കുന്ന അതേ വ്യക്തിയിൽ ആ ഉപാധിയെ ഉപയോഗിച്ചുകൊണ്ടൊരാൾ സൃഷ്ടി നടത്തിയാൽ ആ സൃഷ്ടിയിലുണ്ടാകുന്നതും ഉപാധിയുടെ സ്വഭാവത്തിൽ പെട്ടതായിരിക്കും. ഉപാധിയുടെ സ്വഭാവം എന്തോ അതേ പ്രകടമാകത്തുള്ളൂ. ഇത് വേദാന്തമാണ്. അപ്പോൾ ഇതിനൊരു ഉദാഹരണം വേദാന്തത്തിൽ വിവേക ചൂടാമണി എന്ന ഗ്രന്ഥത്തിൽ കൃത്യമായി ശങ്കരാചാര്യർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, ഭാഗവതത്തിൽ ഒരുപാട് സ്ഥലത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഉപാധിഭേദം എന്നാണ് അതിന് പറയപ്പെടുന്നത്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, അതായത് വൈദ്യുതി കറണ്ട് നമ്മൾ ഉപയോഗിക്കുന്നു, പല ആവശ്യത്തിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ബൾബിലേക്ക് കറണ്ട് നമ്മൾ കയറ്റി വിട്ടാൽ ബൾബ് പ്രകാശിക്കും. അപ്പോൾ നന്നായ പ്രകാശം ഉണ്ടാകും, ബൾബ് പ്രകാശിക്കും. അതേ കറണ്ടിനെ അയൺ ബോക്സിലേക്ക് നമ്മൾ വിട്ടാലോ അയൺ ബോക്സ് ചൂടാകും, ഹീറ്റ് തരികയാണ്. അതേ കറണ്ടിനെ നമ്മൾ ഫ്രിഡ്ജിലേക്ക് വിട്ടാലോ നമുക്ക് തണുപ്പുണ്ടാക്കി തരികയാണ്. പക്ഷേ ഈ 3 വ്യത്യസ്തമായ അനുഭവങ്ങൾ നമുക്കുണ്ടാകുമ്പോൾ ഇതിന് 3നും കാരണം കരണ്ടെന്ന് പറയുന്നതാണ്. പക്ഷേ ഉപാധിയിൽ ഭേദം എങ്ങനെയുണ്ടായി? ഉപാധി ഭേദം അവിടെ വന്നത് ഉപകരണത്തിൻ്റെ ഭേദം കൊണ്ടാണ്. അതായത് ഒന്ന് അയൺ ബോക്സ്, ഒന്ന് ഫ്രിഡ്ജ്, ഒന്ന് ബൾബ്. അപ്പോൾ ആ ഉപകരണത്തിൻ്റെ സ്വഭാവം എന്താണോ അതാണ് കാരണസംഘം കൊണ്ട്, അതായത് പ്രപഞ്ചത്തിൽ പ്രകടമായി. ഇത് സൃഷ്ടി പ്രകരണത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒരു തത്വമാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത്, അതായത് ഭഗവാൻ നാരായണനാണ് സൃഷ്ടി നടത്തിയെങ്കിലും സൃഷ്ടി നടത്താൻ ഉപയോഗിച്ച ഉപാധി ആസുരിക സ്വഭാവത്തിൽ പെട്ടതായതുകൊണ്ട്, അതായത് ആസുരികമായി ഭവിച്ചു, അസുരൻ്റെ സ്പർശനം കൊണ്ടെന്നാണ്. അപ്പോൾ സ്ത്രീയെ സൃഷ്ടിക്ക് ഉപാധിയായി വർത്തിക്കുമ്പോൾ ആ സ്ത്രീയുടെ മനസ്സും ശരീരവും ജീവനും ഒക്കെ ആസുരിക സ്വഭാവത്തിന് വശമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു സ്ത്രീയിൽ സാക്ഷാൽ പരമജ്ഞാനിയായിട്ടുള്ള ഒരാൾ, എല്ലാ സത്വഗുണങ്ങളുമുള്ള ഒരാൾ സൃഷ്ടി നടത്തിയാലും ആ സൃഷ്ടിയിലുണ്ടാകുന്ന പ്രജ ആസുരിക സ്വഭാവത്തിൽ ഉൾപ്പെട്ടതായിരിക്കും. അതുകൊണ്ടാണ് അതിഥിയിൽ നിന്ന് ദേവന്മാരും ദിതിയിൽ നിന്ന് ദൈത്യന്മാരും അസുരന്മാരും ഉണ്ടായി എന്ന കഥ പുരാണം പറയുന്നത്. അപ്പം ഞാൻ ഈ കഥയെ നിരൂപണം ചെയ്ത് സാധാരണ പറയാറുള്ളത്, സർഗമെന്ന ലക്ഷണം കൊണ്ട് വരാഹാവതാരത്തെ അവതരിപ്പിക്കുമ്പോൾ ഭഗവാന്റെ അവതാര മാഹാത്മ്യം പറയാനല്ല ഈ കഥ വ്യാസർ ഉപയോഗിച്ചത്. സൃഷ്ടിയുടെ പ്രകരണത്തെക്കുറിച്ച്, സൃഷ്ടിയുടെ തലങ്ങളെക്കുറിച്ച്, നാനാതലങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടി സർഗമെന്ന ലക്ഷണത്തെ വിഷയമായി അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞ കഥയാണ് ഈ വരാഹാവതാരം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് പ്രപഞ്ചത്തിൽ മനുഷ്യരുടെ ഇടയിൽ സൃഷ്ടി നടത്തുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. അതായത് കാരണസ്വരൂപമായിരിക്കുന്ന ആ കാര്യകാരണങ്ങളിൽ സൃഷ്ടിക്ക് കാരണമാകുന്ന പുരുഷൻ എത്ര സത്വഗുണ സ്വരൂപത്തിലുള്ള ആളാണെങ്കിലും ഉപാധിയായി സ്വീകരിക്കുന്ന സ്ത്രീയുടെ വാസനകൾ ആസുര്യവും രാക്ഷസീയവും വിഷയത്തിൽ അനുയുക്തമായതുമാണ് എങ്കിൽ ആ ഉപാധിയിൽ നിന്നുണ്ടാകുന്ന സൃഷ്ടി ഉപാധിയെപ്പോലെ തന്നെ വാസനകളുള്ളതായിരിക്കും. അതുകൊണ്ടാണ് ഭൂമിദേവിയിൽ നിന്ന് മഹാവിഷ്ണു സൃഷ്ടി നടത്തിയിട്ടും നരകാസുരൻ ജനിച്ചതും ആസുരിക സ്വഭാവത്തിൻ്റെ മൂർത്തീഭാവമായിരിക്കുന്ന ഹിരണ്യകശിപു സൃഷ്ടി നടത്തിയപ്പോൾ കയാകുവിൽ പ്രഹ്ലാദൻ ജനിച്ചതും ഇതിന് 2 ഉദാഹരണങ്ങളാണ്. കാരണം കയാകു എന്ന സ്ത്രീ വിഷ്ണു ഭക്തയായിരുന്നു, സത്വഗുണ സ്വരൂപത്തിൽ നിലനിന്ന സ്ത്രീയായിരുന്നു. അതുകൊണ്ടാണ് പ്രഹ്ലാദൻ എന്ന ജീവനെ ആ സ്ത്രീയുടെ ഗർഭത്തിലേക്ക് ഭഗവാൻ എത്തിച്ചത്. കൃത്യമായി പ്രഹ്ലാദന് അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ ആത്മജ്ഞാനം ലഭിക്കാനും നാരായണ എന്ന് ഉച്ചരിച്ചാൽ നാവരിയുന്ന ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ നാരായണ ഭക്തനായി തീർന്നത് ആ സൃഷ്ടിയുടെ മാഹാത്മ്യം ഒന്നു തന്നെ കൊണ്ടാണ്. അതുകൊണ്ട് ഈ പ്രഹ്ലാദ ചരിത്രത്തിലും ഈ വരാഹാവതാര കഥയിലുമായി അവതരിപ്പിച്ചിരിക്കുന്ന ഈ വലിയ തത്വങ്ങൾ സൃഷ്ടിപ്രകരണത്തെ ലോകത്തിലെടുത്ത് കാണിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഈ സൃഷ്ടിപ്രകരണം സർഗമെന്ന ലക്ഷണത്തെ അടിസ്ഥാനമാക്കി അവതരിപ്പിച്ചിരുന്ന വരാഹാവതാരത്തിൻ്റെ കഥയുടെ താത്വികമായ ഒരു ഏകദേശ സ്വരൂപമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചത്. ഇത് കേട്ടിട്ട്
നിങ്ങൾക്ക് ആ കഥയുടെ തത്വത്തെ ബോധിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എങ്കിൽ ഭഗവാന് അതായത് നമുക്ക് കോടാനുകൂടി പ്രണാമങ്ങൾ അർപ്പിക്കാം. ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും ഈ നല്ല ആശയത്തെ എത്തിക്കണം. ഞാനിപ്പോഴും ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി ഇത് പറയുവാനുള്ള കാരണം, പലപ്പോഴും യജ്ഞവേദികളിൽ ചെല്ലുമ്പോൾ യജ്ഞവേദികളുടെ ചില പ്രത്യേകത കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള തത്വങ്ങൾ വേദികളിൽ പറയുവാൻ നമുക്ക് സമയം കിട്ടാറില്ല. 12 മണി വരെയുള്ള ഭാഗവത പാരായണവും 1 മണിക്ക് അന്നപ്രസാദ വിതരണവും ഒക്കെ വരുമ്പോൾ കഷ്ടിച്ച് 1 മണിക്കൂർ സമയം മാത്രമാണ് ഭാഗവതം പറയുവാൻ നമുക്ക് സാധിക്കുന്നത്. അതിൻ്റെ ഇടയിൽ വഴിപാടുകളുടെ വിഷയാവതരണവും ഒക്കെ വരുമ്പോൾ ഭാഗവത തത്വങ്ങൾ പലപ്പോഴും വേദികളിൽ പറയാൻ പറ്റാത്ത അവസ്ഥ സംജാതമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചാനലിലൂടെയെങ്കിലും ഭാഗവതത്തിൻ്റെ സമാധിതലത്തെ എനിക്ക് അറിയാവുന്ന വിധം സൂചിപ്പിക്കാം. കുറച്ച് പേർക്കെങ്കിലും ഇത് വളരെ ആത്മാർത്ഥതയോടുകൂടി കേൾക്കാൻ അറിയാൻ ആഗ്രഹമുള്ള ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെയുണ്ട്. പലപ്പോഴും വേദികൾ വന്ന് പറയാറുണ്ട്, ഭാഗവത തത്വം ഗ്രഹിക്കാൻ സമയം പലപ്പോഴും നമുക്ക് ആഗ്രഹമുണ്ടെങ്കിലും ചില വേദികളിൽ ചെല്ലുമ്പോൾ അതവിടെ ഉണ്ടാകുന്നില്ല, കേവലം കഥകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പല സത്തുക്കളും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനതിനൊരു ഉപാധിയായിട്ടാണ് ഈ ചാനൽ തുടങ്ങി കുറച്ച് കാര്യം എൻ്റെ അറിവിൽപ്പെട്ടതായ ഈ ഭാഗവതം ഇത്രയേറെ പ്രാധാന്യമുള്ള ഇത്രയേറെ അടിസ്ഥാനമായ ഒരു മഹാഗ്രന്ഥത്തെ സാധാരണ ജനങ്ങൾ ഇത്രയേറെ സപ്താഹ യജ്ഞങ്ങൾ നടന്നിട്ട് ഇതിൻ്റെ താത്വികമായ തലങ്ങളെ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ പലപ്പോഴും സാധിക്കാത്തതായ ഒരവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്നത് കൊണ്ട് കുറച്ച് പേർക്കെങ്കിലും അറിയാൻ ആഗ്രഹമുള്ള കുറേ സത്തുക്കൾക്കെങ്കിലും ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മി നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി.